welcome back to our English class. Yes, അങ്ങനെ എക്സാം ഒക്കെ ഇങ്ങ് അടുത്ത് എത്തിയില്ലേ. നമ്മളിപ്പോൾ ഫുൾ കട്ട പഠിത്തായി നിങ്ങളും ഞാനും ഒക്കെ അല്ലേ. നിങ്ങൾ പഠിക്കാനും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ എന്താണ് ടുഗദർ അല്ലേ. വി ആർ റെഡി ടു ഫൈറ്റ് ദ എക്സാം. സോ ഇന്ന് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, മിസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ഡയറി എൻട്രി, ഡയറി റൈറ്റിംഗ് ആണ്. ഡയറി റൈറ്റിംഗ് എന്നുള്ളത് നമുക്കറിയാം. ഇനി നിങ്ങളുടെ എക്സാം എന്താണ്, ഇനി നിങ്ങൾ എന്താണ് ഇംഗ്ലീഷ് 10ാം ക്ലാസ് വരെ ഇനി നിങ്ങളുടെ ഡയറി റൈറ്റിംഗ് എന്താ ചെയ്യാറ് വിടാൻ പോകുന്നില്ല. ഈ ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലേ. നോക്കി ഇവിടെ we have one question. എന്താ അവിടുത്തെ ചോദ്യം? യസൂക്കി ചാൻ came back home. അങ്ങനെ മരത്തിലൊക്കെ പിടിച്ച് പറ്റി കയറി സന്തോഷമായിട്ട് എന്തുവരാണ്, നിറഞ്ഞ മനസ്സോടുകൂടി ചിരിച്ചും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു നമ്മുടെ യസൂക്കി ചാൻ. ഹി വാസ് വെരി ഹാപ്പി. നമുക്കറിയാം യസൂക്കി ചാൻ ആളെന്താണ്, ഭയങ്കര ത്രില്ലാണ്, ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമായിട്ട് വരാണ്. He decided to write a diary entry on his adventurous tree climbing. He decided, അവൻ തീരുമാനിക്കുകയാണ് to write a diary entry, ഒരു ഡയറി എഴുതാൻ. എന്തിനെ കുറിച്ചാണ്? The climbing the tree, ആ മരത്തുമ്മ പറ്റിപ്പിടിച്ച് കയറിയതിനെ കുറിച്ച്. എന്താണ്, വളരെ സാഹസികമായിട്ട് കയറിയത്. സാധാരണ കയറ്റമാണോ, നോർമൽ കുട്ടികൾ കയറുന്ന പോലാണോ യസൂക്കി ചാൻ കയറിയത്? ഒരിക്കലും അല്ല. ദാറ്റ് വി നോ, നമുക്കറിയാം അവൻ കയറിയത് എന്താണ്, അവന് വയ്യാത്ത കുട്ടിയാണല്ലേ. അപ്പൊ പറ്റിപ്പിടിച്ച് വളരെ അതിസാഹസികമായി ധൈര്യം സംഭരിച്ച് കയറിയതാണ്. അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾ എഴുതേണ്ടത്? He decided to write a diary entry on his adventurous tree climbing. Write a diary entry. ഡയറി എൻട്രി ആണ് ഇവിടെ എഴുതാൻ പറയുന്നത്. നോക്കിയാലോ എങ്ങനെ എഴുതാന്ന്. ലെറ്റ്സ് സീ ഹിയർ. എങ്ങനെ നമ്മൾ എഴുതണം ഡയറി എൻട്രി? മിസ് നോക്കിയേ, മിസ് ഇവിടെ ആദ്യം കൊടുത്തത് എന്താ, ഡേറ്റ്, മന്ത്, ഇയർ. അപ്പൊ നോക്കിയേ, ഡേറ്റ്, മന്ത്, ഇയർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ 3 കാര്യം എന്ത് ചെയ്യണം, ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ എഴുതണം. അത് കഴിഞ്ഞിട്ട് ടൈമാണ് മിസ് ഇവിടെ കൊടുത്തത്. ടൈം ഓൾസോ എന്താ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമാണ് ടൈം, സമയം. സമയം എഴുതാതെ എന്ത് ചെയ്യരുത്, ഡയറി എഴുതരുത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മാർക്ക് അവിടെ കട്ടായി പോകും. ഓക്കെ, സമയം എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് സമയം നിർബന്ധമായിട്ട് അവിടെ എഴുതണം. പിന്നെ നോക്കി ഇവിടെ നോക്കി, സാലുട്ടേഷൻ ആണ്. ഹായ് ഫ്രണ്ട് എന്ന് മിസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കി ഇവിടെ സാലുട്ടേഷന്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ, നമ്മൾ കുഞ്ഞുങ്ങൾ എഴുതുന്ന ഡയറി ആണെങ്കിൽ, ഇപ്പൊ നിങ്ങളെപ്പോലുള്ള കൊച്ചു കുട്ടികളാണ് ഡയറി എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹായ് ഫ്രണ്ട് എന്ന് പറയാം, മൈ ഡിയർ ഡയറി എന്ന് പറയാം, മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയാം, മൈ ഡിയർ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം നിങ്ങൾക്ക്. ഓക്കെ, കുട്ടികൾ എഴുതുന്നതാണെങ്കിൽ നിർബന്ധമില്ല, മാർക്ക് പോകുന്നില്ല. എഴുതിയില്ലാന്ന് വെച്ചിട്ടുണ്ടില്ല, നിങ്ങൾ ആൻസർ തെറ്റാവൂല. അപ്പൊ കുഞ്ഞുങ്ങൾ എഴുതാണെങ്കിൽ യു ക്യാൻ യൂസ് ഇഫ് യു വാണ്ട്, നോ പ്രോബ്ലം, തെറ്റൊന്നുമില്ല. എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് പോകില്ല. പക്ഷെ ടൈം എഴുതണം, ഡേറ്റ്, മന്ത്, ഇയർ എഴുതണം. അത് എഴുതി നമ്മുടെ മാർക്ക് പോകും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരം എഴുതാം അവിടെ. ടുഡേ ഐ ആം വെരി ഹാപ്പി. Oh no, very happy. I never forget this day. ഒരിക്കലും ഞാൻ എന്തില്ല മറക്കൂല. I always dreamt of climbing a tree and see the world from the top of a tree. I always dreamt. എന്താ പറഞ്ഞത്, dreamt. Okay, dream എന്ന് പറഞ്ഞ സ്വപ്നം കാണുക, dreamt എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നു എന്താണ്, ഞാനൊരു മരത്തിന് മേലെ പോലെ പറ്റിപ്പിടിച്ച് കയറിയിട്ട് അതേ ടോപ്പ് ഓഫ് ദ ട്രീയിലെ മരത്തിന്റെ ഏറ്റവും മേലിരുന്ന് താഴേക്ക് നോക്കണം, ചുറ്റുപാടും ലോകം എനിക്ക് കാണണം, ഒരു ഉയരത്തിൽ നിന്നിട്ട് ലോകം കാണണം എന്ന് എനിക്ക് എന്തുണ്ടായിരുന്നു, എപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ I never thought it would happen since I cannot walk properly. എനിക്ക് നടക്കാൻ കഴിയില്ല, എനിക്ക് ശരിക്കും നടക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവം അല്ലെങ്കിൽ ഈ സ്വപ്നം അത് എപ്പോഴെങ്കിലും നടക്കുക എന്നുള്ളത് എനിക്ക് ഒത്തിരി അതിശയമുണ്ടായി, എനിക്ക് സംശയമായിരുന്നു അത് നടക്കുമല്ലേ. ബട്ട് മൈ ഫ്രണ്ട് ടോട്ടോ ചാൻ, അങ്ങനെയാണ് ആര് വരുന്നത്, എന്റെ ഫ്രണ്ട് ടോട്ടോ ചാൻ വരുന്നത്. ഷീ ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഗുഡ് ഗേൾ. എന്ത് നല്ല കുട്ടിയെ ടോട്ടോ ചാൻ, അടിപൊളിയാണ് ടോട്ടോ ചാൻ. ഷീ എൻകറേജ്ഡ് മീ ടു ക്ലൈംബ് ദ ട്രീ. അവരാണ് എന്നെ എന്ത് ചെയ്തത്, she encouraged me to climb the tree. എന്നെ ഈ മരം കയറാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. എൻകറേജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോത്സാഹിപ്പിച്ചത്. എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഈ മരം കയറാൻ ആരാ പ്രോത്സാഹിപ്പിച്ചത്, ടോട്ടോ ചാനാണ് പ്രോത്സാഹിപ്പിച്ചത്. She took out all my fears and gave me strength. She took out. അവൾ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിലുള്ള എല്ലാ പേടി, എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭയം എന്ത് ചെയ്തു, അവളിങ്ങ് പുറത്തേക്ക് വലിച്ചെടുത്ത് എന്ത് ചെയ്തു, she gave me strength. എന്നെ എന്ത് ചെയ്തു, ധൈര്യം തന്നു, എനിക്കൊരു ധൈര്യമൊക്കെ വെപ്പിച്ചു അല്ലേ. She helped me to climb. അവളാണ് എന്നെ എന്ത് ചെയ്തത്, she helped me to climb. She brought a ladder to support me. അവൾ എന്ത് കൊണ്ടുവന്ന, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലാഡർ കൊണ്ടുവന്നു, ഒരു ഏണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. With the support of the ladder and her, അവളുടെ സപ്പോർട്ട് കൊണ്ടും ആ ലാഡറിന്റെ സപ്പോർട്ട് കൊണ്ടും what did I do?
എന്താ ഞാൻ ചെയ്തത്? I could fulfill my dream. എനിക്ക് എൻ്റെ സ്വപ്നം ശരിയായി. I could climb the tree. എനിക്ക് മരം കയറാൻ പറ്റി. At last I reached at the top of the tree. അവസാനം ഞാൻ എവിടെ എത്തി? മരത്തിന്റെ മേലെ എത്തി. I saw the world from the, oh my God, അവിടെ നിന്ന് ഞാൻ എന്ത് കണ്ടു? ലോകം കണ്ടു. The beautiful nature, ഭംഗിയുള്ള പ്രകൃതി. നെക്സ്റ്റ് എന്താ കണ്ട? Kids playing under the tree. മരത്തിന് താഴെ കളിക്കുന്ന കുട്ടികളെ കണ്ടു. The river far, ദൂരെയുള്ള പുഴയെ കണ്ടു. Mountains, പർവ്വതങ്ങളെ കണ്ടു. The school, എൻ്റെ സ്കൂള് കണ്ടു. The classroom, എൻ്റെ ക്ലാസ് റൂമുകൾ കണ്ടു, എറ്റ്സെട്ര മുതലായവ. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു? മരത്തിന്റെ മേലെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടു. I thank my friend Toto Chan. അയ്യോ, ഞാൻ ആരോട് നന്ദി പറയണ്ടേ? ആക്ച്വലി ഇവിടെ I thank my friend Toto Chan. ടോട്ടോ ചാനോട് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ നന്ദി പറയുന്നത്. I'm so lucky for having a friend like her. ഇവിടെ പോലെ ഫ്രണ്ട്, ടോട്ടോ ചാനെ പോലെ ഫ്രണ്ടിനെ കിട്ടിയത് എന്താണ്? എന്റെ ഭാഗ്യമാണ്. സെറ്റ്. ഇത്രയും എഴുതിയാൽ മതി. സംഭവം സെറ്റ്. ഇത്രയൊക്കെ എഴുതി എന്തെങ്കിലും ആൻസർ ഷീറ്റ് ഇങ്ങനെ മാർക്ക് ഇങ്ങനെ പറന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഇനഫ് ഫോർ ടുഡേ. അപ്പൊ ഇന്നത്തേക്ക് എന്താണ് ഇറ്റ്സ് ഇനഫ് ആൻഡ് മോർ. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിന് നമ്മളിത് പഠിക്കാതെ പോകരുത്. ഇതേപോലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ഡിസ്കോഴ്സസുമായിട്ട് soon I will be back. Okay, so you will wait for me, no? നിങ്ങൾ കാത്തിരിക്കൂലേ? Okay, thank you so much and take care. Bye.